തുടർച്ചയായ ബാംഗ്ലൂർ യാത്രകൾ, 5 മാസത്തിനിടെ 10ഓളം വിദേശ യാത്രകൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വിശ്വസ്തനും സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും കൂടിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് കെ.എച്ച്. മുഹമ്മദ് ഹുസൈന്റെ ദുരൂഹത നിറഞ്ഞ യാത്രകളാണ് ഇതെല്ലാം. ഈ യാത്രകൾക്ക് പിന്നിലെല്ലാം ഒറ്റ ലക്ഷ്യം: ലഹരി ഒഴുക്കുക. തീർന്നില്ല, ഇപ്പോൾ നൈജീരിയൻ ബന്ധം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് തൂഫാനിൽ കുടുങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നൈജീരിയൻ സംഘത്തെ ബാംഗ്ലൂരിലെത്തി കാണുകയും അവരിൽ നിന്നും MDMA വാങ്ങി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ലഹരി ഒഴുക്കലിന്റെ ഭാഗം. കേസിൽ അവസാനം പിടിയിലായ സൈനുൽ ആബ്ദീൻ സൈബർ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വ്യാജ ആപ്പിലൂടെ മട്ടന്നൂർ സ്വദേശിയായ ഡോക്ടറുടെ 4.4 കോടി രൂപ തട്ടിയ കേസിലെ മുഖ്യപ്രതി. വിശാഖപട്ടണത്തും ഈ നേതാവിനെതിരെ കേസുണ്ട്. ജൂലൈയിലാണ് ജാമ്യത്തിലിറങ്ങി സതീശനൊപ്പം കൂടിയത്. ഇവിടെ അവസാനിക്കുന്നില്ല. പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഗുണ്ടാബന്ധവും പുറത്തു വന്നിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ഇത്രയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായി ഇഫ്താർ വിരുന്ന് പങ്കിടുകയും ചങ്കും കരളായി കൊണ്ടു നടക്കുകയും പോലീസിന്റെ വലയിലായിട്ടും അവർക്ക് വേണ്ടി മൗനം തുടരുകയും ഒളിവിൽ സഹായങ്ങൾ ചെയ്യുന്നതിന്റെയും ആവശ്യകത എന്താണ്? എന്തെങ്കിലും കാര്യമില്ലാതെ ഇത്രയും വലിയൊരു ആത്മബന്ധം സൂക്ഷിക്കില്ലല്ലോ. തൂഫാനിൽ ആത്മമിത്രങ്ങൾ പെട്ടു എന്നറിഞ്ഞ നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചരടുവലി തുടങ്ങി. വാർത്തകൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിൽ നിന്നും അപ്രത്യക്ഷമാകണം. അതിനായി അർജന്റീന വിവാദം കൊണ്ടുവന്നു. തെളിവില്ലാത്തതിനാൽ അതിന്റെ കാറ്റുപോയി. അതിനൊപ്പം മെറ്റയെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എതിരായി തോന്നിയ സകല പോസ്റ്റുകളും മുക്കാൻ തുടങ്ങി. അതായത് എങ്ങനെയും യൂത്ത് കോൺഗ്രസിന്റെ ലഹരി ബന്ധം മുക്കണം. അടുത്ത വിവാദം കത്തിക്കാനുള്ള കൂടിയാലോചനകൾ അണിയറയിൽ നടന്നു വരുന്നതായാണ് വിവരം. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയും വിശ്വസ്തരെ സേഫ് ആക്കാനുള്ള ശ്രമമാണ് നടത്തി വരുന്നത്. കേസിൽ അന്വേഷണ ചുമതലയുള്ള കാസർഗോഡ് ചന്തേര ഇൻസ്പെക്ടർ MV ഷിജുവിനെ തിടുക്കപ്പെട്ട് സ്ഥലം മാറ്റി. കേസിൽ മുഖ്യപ്രതിയായ മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെടെ 4 പേർ റിമാൻഡിലായി ഒരാഴ്ച പിന്നിട്ടിട്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മിണ്ടാട്ടമുട്ടിയ അവസ്ഥയാണ്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ള സതീശനെ എതിർക്കാൻ ശേഷിയില്ലെന്ന് ചെന്നിത്തല തന്നെ തിരിച്ചറിഞ്ഞതോടെ പുള്ളിയും മൗനം തുടരുന്നു. രാജ്യാന്തര മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണിയെ രക്ഷിക്കാനുള്ള സതീശന്റെ ആ പെടാപ്പാട് ഒന്നൊന്നര പെടാപ്പാട് തന്നെ. കേസ് മുമ്പോട്ട് പോയാൽ മുഖ്യന്റെ വിശ്വസ്തനിലൂടെ കൂടുതൽ ബന്ധങ്ങൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ സതീശന് മുമ്പിൽ ഒറ്റ വഴി: കേസ് ഒതുക്കി തീർക്കുക. പക്ഷെ മുഖ്യവും ഇത് അങ്ങനെയൊന്നും ഒതുങ്ങുന്ന കേസല്ല കേട്ടോ. ഏതായാലും കേരളത്തിലെ ലഹരി ഉപയോഗം കൂടിയത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായി. ആദ്യം ലഹരിക്കെതിരെ മുൻനിരയിൽ നിന്ന് പോരാടുക, മറവിൽ മയക്കുമരുന്ന് കച്ചവടവും. അവരെ കാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും.